നമസ്കാരം. IPL-ന്റെ 18ാം സീസൺ കഴിയുന്നതോടെ പല ഇന്ത്യൻ താരങ്ങളുടെയും തലവര മാറാൻ പോവുകയാണ്. ടൂർണമെന്റിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കസറുന്ന ചില താരങ്ങളെ ഇന്ത്യയുടെ അടുത്ത പരമ്പരയ്ക്കായി ടീമിലേക്ക് വിളിക്കാൻ BCCI ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. IPL-ന് ശേഷം ജൂണിലാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പറക്കുക. അവിടെ 5 ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 17 അംഗ സംഘത്തെയാണ് BCCI അയച്ചത്. ഇത്തവണ ഇന്ത്യൻ ടീം ജൂൺ ആദ്യവാരം ഇംഗ്ലണ്ട് പര്യടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആ സ്ക്വാഡിൽ നിന്നും കളിക്കാരെ പ്രധാന ടീമിലേക്ക് മാറ്റാനും സാധിക്കും. ഈ കാരണത്താൽ 15 മുതൽ 16 പേര് ഉൾപ്പെടുന്ന ടെസ്റ്റ് സ്ക്വാഡിനെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിലേക്ക് അയക്കുക എന്നാണ് വിവരം. IPL-ൽ മാത്രമല്ല, അതിനു മുൻപ് ആഭ്യന്തര ക്രിക്കറ്റിലും തിളക്കമാർന്ന പ്രകടനം നടത്തിയിട്ടുള്ള കളിക്കാരെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനായി BCCI പരിഗണിക്കുന്നത്. 2 മലയാളി താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ടെസ്റ്റ് അരങ്ങേറ്റത്തിനായി സഞ്ജു സാംസണ് ഇനിയും കാത്തിരിക്കേണ്ടതായി വരും. ഇന്ത്യൻ റെഡ് ബോൾ ടീമിലേക്ക് BCCIയുടെ പരിഗണനയിലുള്ള 6 താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം ഒരുപോലെ കസറുന്ന തമിഴ്നാട് താരം സായ് സുദർശൻ, അതുപോലെ തന്നെ കരുൺ നായർ, ദേവ്ദത്ത് പടിക്കൽ, സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യർ, രജത് പാഠിദാർ, സർഫറാസ് ഖാൻ എന്നിവരാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്ന 6 കളിക്കാർ. ഇവരിൽ ചിലർ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ ഇന്ത്യൻ ടീമിന്റെയും ഭാഗമാകും. എന്നാൽ ടീമിനൊപ്പം കസറിയാൽ സീനിയർ ടീമിലേക്ക് ചിലർക്ക് കോൾ വരികയും ചെയ്യും. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വിദർഭയെ ചാമ്പ്യന്മാരാക്കിയെന്നതിൽ നിർണായക പങ്ക് വഹിച്ച താരങ്ങളിൽ ഒരാളാണ് കരുൺ നായർ. ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ അദ്ദേഹം 4ാം സ്ഥാനത്തും ഉണ്ടായിരുന്നു. 9 മത്സരങ്ങളിലായി 16 ഇന്നിംഗ്സുകളിൽ ബാറ്റ് വീശിയ കരുൺ 53.93 ശരാശരിയിൽ 863 റൺസ് അടിച്ചെടുത്തിരുന്നു. 4 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും അടക്കമാണ് ഇത്. അതിനുശേഷം IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കാനിറങ്ങിയ കരുൺ ആദ്യ മത്സരത്തിൽ തന്നെ ഇടിവിട്ട് അർദ്ധ സെഞ്ചുറിയും കുറിച്ചു. ഇത്തവണ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിരുന്ന കരുൺ ട്രിപ്പിൾ സെഞ്ചുറി അടക്കം അടിച്ച ശ്രദ്ധ നേടിയ താരം കൂടിയാണ്. മുൻ ഇതിഹാസം വീരേന്ദർ സേവാഗിനെ കൂടാതെ ടെസ്റ്റിൽ ട്രിപ്പിൾ അടിച്ച ഏക ഇന്ത്യൻ താരവും കരുൺ തന്നെയാണ്. സായ് സുദർശന്റെ കാര്യമെടുത്താൽ ഈ IPL-ലെ റൺവേട്ടക്കാരിൽ തലപ്പത്താണ് അദ്ദേഹം ഉള്ളത്. ഗുജറാത്ത് ടൈറ്റൻസിനായി 8 മത്സരങ്ങളിൽ നിന്നും 52.12 ശരാശരിയിൽ 182.18 സ്ട്രൈക്ക് റേറ്റിൽ താരം അടിച്ചെടുത്തത് 417 റൺസാണ്. കളിച്ച 8 ഇന്നിംഗ്സുകളിൽ 5ലും 50+ സ്കോറുകൾ നേടാനും സായ് സുദർശന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിരുന്ന ശ്രേയസ് അയ്യരും ഇപ്പോൾ കിഡിലൻ ഫോമിലാണുള്ളത്. എല്ലാ ഫോർമാറ്റുകളിലും ഒരുപോലെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. IPL-ൽ പഞ്ചാബ് കിങ്സിനെ മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന താരം കൂടിയാണ് ശ്രേയസ്. 8 ഇന്നിംഗ്സുകളിൽ നിന്നും 185.21 സ്ട്രൈക്ക് റേറ്റിൽ 263 റൺസാണ് അദ്ദേഹം നേടുകയും ചെയ്തിട്ടുള്ളത്.